സർവശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗലാത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ചിലർ സുവിശേഷത്തെ കലക്കിയും നിങ്ങളെ കലക്കിയും പ്രവർത്തിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇതാ എറണാകുളം തിരുവാകുളത്തിൽ നിന്നും ഒരു കള്ളപ്രവാചകൻ ക്രിസ്തുവിനെ കലക്കിക്കൊണ്ടിരിക്കുന്നു. പ്രവീൺ പ്രസാദ്, എടാ പ്രവീൺ പ്രസാദേ, നീ എവിടത്തെ അപ്പോസ്തലനാണ്? നീ എന്നു മുതൽ ഈ മോഷണം തുടങ്ങി പട്ടാപ്പകൽ കൊള്ളയടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ I2I ന്യൂസ് സുനിൽ മാത്യു പറയുകയാണ്, കാണുക, കേൾക്കുക. ഈ അപ്പോസ്തലന്റെ പ്രകടനം കണ്ടാൽ അവന്മാർ ഭവനവേദനവും പിടിച്ചുപറിയും എന്തുകൊണ്ട് നിർത്തി ഈ മാർഗം സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ആദ്യം നമുക്ക് ഈ മൈത്താണ്ടിയുടെ പ്രകടനം ഒന്ന് കാണാം. ആത്മസംയമനം പാലിച്ചു വേണം ഇത് കാണാൻ. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ ഒരാൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ, if I'm giving 100 rupees to someone else, 110 രൂപ ദൈവം തിരിച്ചു തരും. am I 110 rupees I'll get? ഞാൻ പറഞ്ഞ മനസ്സിലായി? How many of you understood what I'm saying? ഇന്ന് ഇവിടെ സ്തോത്ര ആഴ്ച എടുക്കുന്നില്ല. We are not collecting offertory today. കേട്ടോ, ഇന്ന് സ്തോത്ര ആഴ്ച ഇല്ല ചർച്ചില്. There is no offertory today. പകരം ഈ ഹാളിൽ എത്ര പേരുണ്ടോ, instead of that, അത്രയും പേരുടെയും പേഴ്സ് എടുക്കണം. you all take your wallet right now. Come on, എടുക്ക്. തിരിച്ച് നിങ്ങൾ എങ്ങനെ പോവോ, നടന്നു പോവോ, അതൊന്നും എന്റെ വിഷയമല്ല. I don't know how you return your home. ഇന്ന് കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞു, ചെയ്യിപ്പിക്കുന്നു. The Holy Spirit is leading me to do this, so I'm doing this. എത്ര പേരുണ്ടോ അത്രയും പേരും. All people take your wallet. എടുക്കടാ, പേഴ്സ് ഉണ്ടോ? പിന്നെ ഇത് കട്ട് ചെയ്യാനിരിക്കുന്ന ചേട്ടന്മാര് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടണം. കുറച്ചുകൂടെ ഞങ്ങളെ ഫേമസ് ആക്കി തരണം. എടുത്തവര് കൈ പൊക്കിക്കേ. Please raise up your hands if you take your wallet. എനിക്ക് എണ്ണണം കൈ. I want to count. ജസ്റ്റിൻ ബ്രദർ ഒന്ന് എണ്ണിക്കേ, എത്ര കൈ പൊങ്ങിയിട്ടുണ്ടെന്ന് എൻ്റെ ചെവിയിലേ വന്ന് പറയാവുള്ളൂ. റിയ എണ്ണിക്കേ, ഈ സൈഡിൽ നിൽക്കുന്നവരെ എണ്ണിക്കേ, എത്ര പേരാന്ന് എണ്ണിക്കേ. നിന്റെ കൈയും പൊക്കണം. ഓക്കടാ, ബ്ലെസ്സിങ് വേണ്ടവര്, എനിക്ക് നിർബന്ധമില്ല. If you need blessing, you raise your hands. എല്ലാരും പൊക്കിയോ? Hope everybody hands is raised. സോറി, പേഴ്സ് ഇല്ലാത്തോണ്ടായിരിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉള്ളവരും കൂടെ കയറിയോ? നിന്റെ പേഴ്സ് ഇല്ലേ? ഇല്ല. പൈസ ഉണ്ടോ അക്കൗണ്ടിൽ? ഉണ്ടാ? ഉണ്ട്. കൈ പൊക്ക, എല്ലാരും പൊക്ക. ഓക്കെ, ഈ നിൽക്കുന്ന നിങ്ങളിൽ, among us, ഈ കൈ പൊക്കി പിടിച്ചേക്കുന്ന നിങ്ങളിൽ 1000 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തവരില്ലല്ലോ. അതില്ലാത്തവരെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു. 500 രൂപ കാണുമല്ലോ. You will have 500 rupees balance with you. ഓക്കെ, മിനിമം ഞാൻ പറയുകയാണ് 1000 or 2000. Minimum 1000 or 2000. എന്തായാലും ഇത് പറയാതെയും ചെയ്യാതെയും തെറി കേൾക്കുന്നുണ്ട്. Anyway, എന്നാ പിന്നെ ചെയ്തിട്ടങ്ങ് കേൾക്കാം. നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് 2000 എടുക്കാൻ തോന്നുന്നവർ 2000 എടുക്കുക, 1000 എടുക്കാൻ പറ്റുന്നവർ 1000 എടുക്കുക, 500 വേണ്ട. അന്നേരം 2000-കാർ 500 എടുക്കും. അതുകൊണ്ടാ എടുത്തവർ പെട്ടെന്ന് ആ കൈ ഒന്ന് പൊക്കി പിടിച്ചേക്കണം. എനിക്ക് സമയമില്ല ഒത്തിരി കളയാൻ, അതുകൊണ്ടാണ്.
എടുത്തോ. 2000 എടുത്തോ, ഒരു കൈ പൊക്കിക്കേ. ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടോ. 2000 എടുത്തൊരു കൈ പൊക്കിക്കേ. ആരുമില്ല, നാണക്കേടാ കേട്ടോ. 2000. ഓക്കെ, 1000. 20,000 ഇട്ടോ. 2000 എന്നാണോ അതോ 20 ഇട്ടെന്നാണോ പറഞ്ഞത്? എന്നാലും സാരമില്ല, ബാക്കി പൊക്കിപ്പിടി എല്ലാവരും. 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. എടുത്തു. എന്തേ 1000 എടുത്തവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നേ. നിങ്ങളൊന്ന് ഇറങ്ങി വന്നേ. നിങ്ങൾക്ക് എൻ്റെ തരല്ലേ, ഇറങ്ങി വാ. ഇനി 20 ഇടാൻ പറ്റുന്നവരിട്ടോ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ, 1,00,000 എടുത്തിടേ. നിങ്ങൾ ഡോക്ടറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. വലിയൊരു ക്ഷീണത്തിൽ നിന്ന് ആള് സൗഖ്യമായി എഴുന്നേറ്റ് വന്നിരിക്കുക. അവരുടെ ബിസിനസ് എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. 1000 ആണോ? 2000. വേറെ ആരാ? നോബൽ ബ്രദർ വാ. ഇനി ആർക്കായി കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ള? വായോ. ഒന്ന് എണ്ണിക്കാച്ചാ. കേട്ടല്ലോ, കർത്താവ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് കട്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ യേശു പറഞ്ഞതാണോ? പണം, പേഴ്സിലിരിക്കുന്ന പണം അത് അവൻ്റെ കയ്യിൽ എത്തിക്കുവാൻ അത് കർത്താവ് പറഞ്ഞതാണെന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഈ വീഡിയോ, പ്രവീൺ ചെയ്ത ആ വീഡിയോ നിങ്ങൾ ഇഷ്ടംപോലെ കട്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ അത് യേശു പറഞ്ഞതാണ്. നീ താമസിക്കാതെ ഫേമസ് ആകും. നീ മാത്രമല്ല, നിന്റെ കൂടെയുള്ളവരെല്ലാം ഉടൻ ഫേമസ് ആകും. ഈ ചെറ്റയ്ക്ക് സമയമില്ല പോലും രൂപ പെട്ടെന്ന് വാരിയെടുക്കുവാനുള്ള ആർത്തി. കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ കൊള്ളയടിക്കുന്ന പരമനാറി തെണ്ടി പിശാച് ഫേമസ് ആകാൻ പറ്റിയത് സുവിശേഷം. ലൂസിഫർ ഫേമസ് ആകാൻ ശ്രമിച്ചതാണ്, ഇതാ താഴെ കിടക്കുന്നു. അതുകൊണ്ട് എരുമ സ്വഭാവമുള്ള സാത്താന്റെ പള്ളിക്കാര പ്രവീണേ, പ്രസാദേ, നീ വീഴാൻ സമയമായി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. ഈ മനുഷ്യ പിശാച് നമ്മെ തോൽപ്പിക്കരുത്. എറണാകുളം തിരുവാകുളത്തുകാരനായ ഇവനെ ഹല്ലേലൂയ ആ പ്രദേശത്തെ പ്രവീൺ പ്രസാദ് എന്ന പണത്തട്ടിപ്പ് വ്യാജ സുവിശേഷകനെ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കുക. കള്ളപ്രവാചകനെ ആ ദേശത്തെ ജനങ്ങൾ പിടികൂടുക. ഈ വീഡിയോ i2i ന്യൂസ് തയ്യാറാക്കിയത് നിങ്ങൾ കാണുക. Try to share my testimonies. കാരണം ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുകയാണ്. Because I am blessed. I am blessed now. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. Amen. My God has blessed me. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകൾക്കകത്ത് തങ്കം വരട്ടെ. Amen. Amen. Hallelujah. The gold is coming into your house. ഇത് വേണ്ടാത്തവർ ഇപ്പോൾ ഉള്ളത് ഇങ്ങ് ഊരി തന്നെ. Please remove your gold and give it to me if you don't want the gold. ഇതിപ്പോ ഈ പറഞ്ഞ ദൂത് വേണ്ടാത്തവര് ഉള്ളത് ഇങ്ങ് ഊരി തന്നെ.
Amen. If you don't want to receive this prophecy, please give me the gold. ഹല്ലേലൂയ. Hallelujah. ഇത് ഡയമണ്ട് ആണോ? ആണോ? ആ. ആമേൻ. ആമേൻ. ഒന്ന് പറഞ്ഞേ, തങ്കം വരും. Amen. The gold has come. യഹോവ സ്ഥിതി മാറ്റിയാൽ, Amen. The God has changed your situation. അവൻ നിന്നെ ആദരിക്കും. Amen. He will going to rest. കണ്ടല്ലോ, കേട്ടല്ലോ. ഈ കള്ളപ്രവാചകന്റെ മൂലത്തിൽ നിന്നും താമസിക്കാതെ തങ്കം വരും. ഹല്ലേലൂയ. സ്വർണമല്ല, ഒറിജിനൽ തങ്കം തന്നെ ഇവനിൽ നിന്നും വരും. താമസിക്കാതെ. ഇവൻ ഓടാൻ സമയമായി. ഹല്ലേലൂയ. അത്ഭുതങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നവരെ ജാഗ്രത. തിരുവചനം മുന്നറിയിപ്പ് നൽകുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. എടാ പ്രവീൺ പ്രസാദേ, ഊരടാ നിന്റെ ഉടുപ്പ്, നിന്റെ ഷർട്ട് ഊരടാ. പട്ടിക്കഴിവരുടെ മോനെ, നീ യേശുവിനെ അപമാനിക്കുന്നുവോ? ഊരടാ നിന്റെ ഉടുപ്പ്, ഊരടാ. നീ ഗുണ്ട, എവിടത്തെ ഗുണ്ടടാ നീ? ആഴ്ച നിന്നെ ശരിപ്പെടുത്തിക്കളെ. സൂക്ഷിച്ചോ, ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. പിശാച് പോലും യേശുവിനെതിരെ ചെയ്യാത്ത കാര്യമാണ് ഈ തെണ്ടി ഫേമസ് ആകാൻ ചെയ്യുന്നത്. ഈ എരുമയുടെ പേര് പ്രവീൺ പ്രസാദ് എന്നല്ല. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അപവാദിയാണിവൻ. എഫേസ്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ലോകാധിപതിയാണിവൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇവൻ ഒരു പാമ്പാണ്. പാമ്പ് ഇവനെ ചുറ്റിയിരിക്കുകയാണിപ്പോൾ. ഉഗ്രവിഷമുള്ള ഈ പ്രവീൺ എന്ന പാമ്പിനെ അടിച്ചു കൊല്ലേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.